മറ്റൊരു വാർത്തയിലേക്ക്. സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പുലർച്ചെ 2:30 ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. വിവരങ്ങളും വിശദാംശങ്ങളുമായി ആഷ്മി തോമസ് ചേരുകയാണ്. ആഷ്മി, എന്തൊക്കെയാണ് അദ്ദേഹം എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ സംഗീത ലോകത്തെ പ്രാധാന്യം അടക്കം. അജിംഷാദ്, ഇന്ന് പുലർച്ചെ 2:30 ചെന്നൈയിലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു KJ ജോയിയുടെ അന്ത്യം. കുറച്ചു കാലമായി ഇദ്ദേഹം പക്ഷപാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 1975 ലവ് ലെറ്റർ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ഇദ്ദേഹം 200-ലധികം ചിത്രങ്ങൾക്ക് വേണ്ടി സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇതിൽ 10-ലധികം ഹിന്ദി ചിത്രങ്ങൾക്ക് വേണ്ടിയും ഇദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യനായിരുന്നു KJ ജോയി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കീബോർഡ് ഉപയോഗിച്ച വ്യക്തിയും കൂടിയാണ് KJ ജോയി. സംസ്കാരം ബുധനാഴ്ച ചെന്നൈയിൽ വെച്ച് നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അജിംഷാദ്, സംഗീത സംവിധായകൻ KJ ജോയി അന്തരിച്ചു. പുലർച്ചെ 2:30 ചെന്നൈയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 200ഓളം ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയിരുന്നു. നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു അടക്കം മലയാളത്തിലെ നിർണായകമായ പാട്ടുകൾക്ക് സംഗീതം കുറിച്ച വ്യക്തി കൂടിയായിരുന്നു, സംഗീതം ചേർത്ത വ്യക്തി കൂടിയായിരുന്നു സംഗീതജ്ഞൻ KJ ജോയി. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചെന്നൈയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. വിശദാംശങ്ങളാണ് ആഷ്മി തോമസ് നൽകിയത്.